എല്ലാവർക്കും നമസ്കാരം. ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന വാർത്തകളാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഗസയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടതോടെ സമാധാന കരാർ തകർന്നിരിക്കുകയാണ്. ഹമാസ് അധികാരത്തിൽ തിരിച്ചു വന്നതും ഗോത്രങ്ങൾ തമ്മിൽ കലാപം തുടങ്ങിയതും ആളുകളെ കൊന്നു തള്ളിയപ്പോഴും ഹമാസ് ഇസ്രായേലിനോട് പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ ആളുകളെ വഴിയിൽ നിരത്തി നിർത്തി തലയ്ക്ക് പിറകിൽ വെടിവെച്ച് കൊന്നപ്പോഴും ഒന്നും ഹമാസിനെതിരെ പേന ഉന്താത്ത മാധ്യമങ്ങൾ ഇസ്രായേൽ ഫലസ്തീനികളെ കൊന്നു തള്ളുകയാണ് വീണ്ടുമെന്നും പഴയ ആ വംശഹത്യാവാദങ്ങളും ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഹസനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലെ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കണം. സത്യത്തിൽ സമാധാന കരാറിന്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ബന്ധി കൈമാറ്റമായിരുന്നു. ജീവനോടെ ഉണ്ടായിരുന്ന ബന്ധികളെയൊക്കെ കൈമാറിയെങ്കിലും ബന്ധികളായി എന്ന് കൊണ്ടുപോവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്ത നിരവധി ഇസ്രായേലികളുടെ മൃതദേഹം കൈമാറുന്നത് ഹമാസ് അനിശ്ചിതത്വത്തിലാക്കി. നിലവിൽ ഇത് തന്നെയാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസ് തെറ്റിദ്ധാരണ പരത്തുന്നു എന്നതാണ് ഇസ്രായേലിന്റെ ആരോപണം. 2 വർഷം മുൻപ് കൈമാറിയ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പുതിയ ബന്ധിയുടെ മൃതദേഹം എന്ന പേരിൽ കൈമാറിയതാണ് നെതന്യാഹുവിനെ യഥാർത്ഥത്തിൽ ചൊടിപ്പിച്ചത്. ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് അദ്ദേഹം സുരക്ഷാ മേധാവികളുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം ഹമാസ് 28 ബന്ധികളുടെ മൃതദേഹങ്ങളിൽ 16ാമത്തെ മൃതദേഹം എന്ന പേരിൽ ഒരു മൃതദേഹം കൈമാറിയിരുന്നു. എന്നാൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം ഇത് 2 വർഷം മുൻപ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് ഇസ്രായേൽ കണ്ടെത്തുകയും ചെയ്തു. ഈ നടപടി നെതന്യാഹുവിനെ രോഷാകുലനാക്കി. ഇസ്രായേൽ സൈന്യം ഇതിനോടകം തന്നെ ഹമാസ് സ്റ്റേജ് ചെയ്ത, അതായത് ഹമാസ് കെട്ടിച്ചമച്ച മൃതദേഹ എക്സ്കവേഷൻ ഒക്കെ തട്ടിപ്പാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള വീഡിയോകളൊക്കെ പുറത്തു വിട്ടു കഴിഞ്ഞു. ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ ഒരു കെട്ടിടത്തിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹം കൃത്രിമമായി മണ്ണിട്ട് മൂടിയ ശേഷം റെഡ് ക്രോസിനെ അറിയിച്ചു പുറത്തെടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിനെ പറ്റിക്കാൻ ഹമാസ് ശ്രമിച്ചു. ഹമാസിന്റെ കള്ളത്തരം ഇസ്രായേൽ കൈയോടെ പിടിച്ചു. മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അറിയില്ലെന്നും കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെന്നും വരുത്തി തീർക്കാനാണ് ഈ നാടകമെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. രാത്രിയിൽ തിരിച്ചെത്തിച്ച ശരീരഭാഗങ്ങൾ ഏകദേശം 2 വർഷം മുൻപ് ഗസയിൽ നിന്നും സൈനിക നടപടിയിലൂടെ തിരിച്ചെത്തിച്ചതും അടക്കം ചെയ്യപ്പെട്ടതുമായ ഓഫിർ സർഫാത്തി എന്ന ബന്ധിയുടേതാണെന്ന് രാവിലെ നടന്ന തിരിച്ചറിയൽ പ്രക്രിയയിൽ കണ്ടെത്തുകയുണ്ടായി എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇത് കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ ഹമാസ് നിഷേധിക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങൾ കാരണം മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ദുഷ്കരമാണെന്നും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചത് ഇസ്രായേൽ ആണെന്നുമാണ് ഹമാസിന്റെ വാദം. ഗാസ സിറ്റിയിലെ തുഫാഖ് പ്രദേശത്തെ ഒരു തുരങ്കത്തിൽ നിന്നാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മൃതദേഹം കണ്ടെത്തിയതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമയപരിധിക്ക് ഏകദേശം 2 മണിക്കൂർ മുൻപ് അത് കൈമാറുകയായിരുന്നു എന്നാണ് ഹമാസ് പറയുന്നത്. തെക്കൻ ഗസയിൽ ഇസ്രായേലി സൈന്യത്തിന് നേരെ ഹമാസ് വെടിയുതിർത്തെന്ന് ഇസ്രായേൽ ആരോപിച്ചതിന് പിന്നാലെയാണ് ഗസയിൽ ശക്തമായ തിരിച്ചടിക്ക് നെതന്യാഹു എന്തായാലും ഉത്തരവിട്ടത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ ഇതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് സുരക്ഷാ കൂടിയാലോചനകൾക്ക് ശേഷം സൈന്യത്തോട് എത്രയും പെട്ടെന്ന് ഗാസ മുനമ്പിൽ ശക്തമായ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു നെതന്യാഹു. അതേസമയം സ്വന്തം സൈനികർ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ഈ ആശങ്ക ശക്തമാകുന്നുണ്ട്. അതായത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് ലഭിക്കുകയാണ്. അതിനിടെ ഗസയിലെ വെടിനിർത്തലിന് ഒന്നും ഭീഷണിയാകില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരാളെ കൊന്നാൽ ഇസ്രായേലിന് തിരിച്ചു കൊല്ലാം എന്നാണ് ട്രംപും പറഞ്ഞു വെക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടും വെടിവെച്ചുകൾ എന്തായാലും തുടരുകയാണ്. ഇത് സമാധാന കരാറിനെ തകർക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഇപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക സമാധാന കരാറിൽ ശുഭപ്രതീക്ഷയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും ഗസയിൽ സമാധാനമില്ല. ഹമാസ് സമാധാന കരാറിലെ ചട്ടങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്ന നിരായുധീകരണമാണ്. അതിനും ഹമാസ് തയ്യാറല്ല. പെരിച്ചാഴികളെ പോലെ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസ് തീവ്രവാദികൾ തോക്കും ആയുധങ്ങളുമായി ഗസയിൽ വിഹരിക്കുകയാണ്. ഇതിനെതിരെ ഒന്നും സംസാരിക്കാത്ത നിരവധി ആളുകൾ ഹമാസ് നടത്തിയ കരാർ ലംഘനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറല്ല. എന്തായാലും ഗസയിൽ ഇനി എന്ത് സംഭവിക്കുമെന്നും IDF ഗസ പിടിച്ചടക്കുമോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ദിനങ്ങളിൽ നമുക്ക് കാണാം.